ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴ സീസൺ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരുപാട് ഫേൺസ് ഒക്കെ ഉണ്ടായി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഫേണൊക്കെ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ കുറച്ച് അകലെ ആയിട്ടുള്ളൊരു കാടാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് നേരിമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നേരിമംഗലത്തു നിന്നും ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ കാടാണ്. അപ്പോൾ കാടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കുറേ നാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരുപാട് ഫേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഫേൺസ് ഒക്കെ കളക്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല മഴയുള്ളൊരു സീസണാണ്. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കൊടും കാടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി. നേരിമംഗലത്ത് നിന്ന് നമുക്ക് ഈ ഒരു റോഡിലൂടെ ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ടാറിട്ട റോഡാണ്, പക്ഷേ രണ്ട് സൈഡും കൊടും കാടാണ്. ഈ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാമല്ലോ കാടിൻ്റെ ഒരു പ്രതീതി. അപ്പോൾ നല്ല രസമാട്ടോ കാണാനായിട്ട്. ഒരു മഴയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഇതിലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വല്ലാത്ത ഫീലാണത്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ കൊടും കാട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടാറിട്ട റോഡ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭീകരത നമുക്ക് തോന്നിപ്പിക്കും. എന്തായാലും അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നല്ലൊരു കൊടും കാട്ടിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അരുവിയിൽ ഇറങ്ങി നിൽക്കാനും കളിക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ചുറ്റിനും നല്ല കാടാണ് കേട്ടോ. നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നല്ല കാടാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു മെയിൻ റോഡാണ്, നമ്മൾ ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. പക്ഷേ അതിൻ്റെ താഴെ ആയിട്ട് ചെറിയൊരു തോടും ചെറിയൊരു പാലവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറത്തൊരു സൈഡിലും നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്, ഞാനതും കൂടി കാണിച്ചു തരാം. ചെറിയൊരു അരുവിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നോക്ക് താഴത്തേക്ക്, അയ്യോ പോയേനെ. വളരെ എന്താ പറയുക, ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. പക്ഷേ നല്ല കാടിൻ്റെ ആ ഒരു ശബ്ദവും ചീവീടിൻ്റെ ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കര രസമാണ് കാണാനായിട്ടും. അപ്പോൾ കുറച്ച് കാടും കാട്ടരുവിയും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോകുക എന്നുള്ളത് ഒരു വിഷമമുള്ളൊരു കാര്യമായിരിക്കും. എത്ര നേരം ചിലവഴിച്ചാലും നമുക്ക് ബോറടിക്കാത്തൊരു സ്ഥലമാണ് കാട്. അപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ 1-2 വർഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണോ തിരിച്ച് പോകാൻ നമുക്ക് തോന്നില്ല. പിന്നെ എന്തിനാ വന്നതെന്നുള്ള കാര്യം പോലും മറന്നുപോയി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഇവിടുന്ന് ചെടികളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പാറപ്പുറത്തെ കുറച്ച് ചെറിയ സൈസിലുള്ള കുറച്ച് ഫേൺസ് നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലും പറമ്പിലൊക്കെ കിട്ടുന്നൊരു അതിൻ്റെ ഒരു കുറച്ച് വ്യത്യാസമുള്ളൊരു ഫേണാണ്. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തൈകൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ചട്ടിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ രസം ഉണ്ടാവുമെന്ന് കരുതി അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വെള്ളത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഫേണൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇവിടെ വരിക എന്ന് പറയുന്ന ഒരു സന്തോഷവും ഒരു സുഖമുള്ള കാര്യമൊക്കെ ആയതുകൊണ്ട് നമുക്കത്ര നിരാശയൊന്നും തോന്നിയില്ല. അപ്പോൾ പോയ വഴിക്ക് എനിക്ക് വേറൊരു ചെടിയും കൂടി കിട്ടിയിട്ടോ. ഇതൊരു ചെടിയാണോന്ന് അറിയില്ല, ഇല കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയതുകൊണ്ട് ഞാനിതങ്ങ് എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒരു ഏലം പോലെയോ മഞ്ഞൾ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഇത് കാട്ടുചെടി ആണ് ശരിക്കും. ഇതൊരു ചെടിയായിട്ട് നമ്മൾ കൂട്ടുമോയെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ ഇരിക്കുകയാണ്. ഇത് പറിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇത് ഉണ്ടാവുമോ പിടിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ പൂവൊക്കെ കണ്ടതുകൊണ്ട് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി നട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ നമ്മൾ കിട്ടിയ ചെടികളുമായിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ റോട്ടിൽ കൂടെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് 2 സൈഡിലേക്കും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെടികൾ നമുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മരത്തിൽ കുറച്ച് ചെടികൾ പടർന്ന് കിടക്കുന്നത് കണ്ടു. എങ്കിൽ പിന്നെ അത് പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി ഈ മരത്തിൽ ഇങ്ങനെ കയറി പോകുന്ന ക്രീപ്പിംഗ് ആയിട്ട് പോകുന്ന ഒരു ചെടി ഇതുണ്ടോ. അപ്പോൾ ഇത് ശരിക്കും കാട്ടുചെടിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അതുകൂടി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. ഇപ്പോൾ ഇത് നമ്മുടെ നേര്യമംഗലം പാലമാണ്, പെരിയാർ നദിയുടെ കുറുകെയുള്ള നേര്യമംഗലം പാലമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാലമൊക്കെയാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും പുഴയാണ്. അപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ കലങ്ങി കിടക്കുകയാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പോകാൻ ഉദ്ദേശിക്കുന്നത് ഇഞ്ചത്തൊട്ടിയിലേക്ക് നമുക്ക് ഈ റോഡ് വഴി പോകാൻ പറ്റും. മറ്റേ നമ്മൾ കാട്ടിക്കൂടെ പോകണം. അപ്പോൾ അങ്ങനെ ഇഞ്ചത്തൊട്ടിയിലേക്ക് ഞങ്ങളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിനേക്കാളും ഒരു ട്രിപ്പ് മൂഡായിരുന്നു ഈ ഒരു യാത്ര പോയപ്പോൾ എനിക്ക്. അപ്പോൾ അങ്ങനെ പോണ വഴിയിൽ കുറച്ച് വലിയ ഫേൺ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടോ, ഇത് വലിയ ഒരുവിധം നല്ല സൈസുള്ളൊരു ഫേണാണ്. അപ്പം ഞാനത് ഒരു മതിലയിൽ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കയ്യോടെ തന്നെ പറിച്ചെടുത്തു. അപ്പം ഞാൻ ഈ ടൂൾസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ചെടികൾ കാണുന്ന സമയത്ത് ടൂൾസ് എടുക്കാനും ഗ്ലൗസ് ഇടാനും ഒന്നും മറന്നുപോകും. അപ്പോൾ അങ്ങനെ വലിയൊരു ഫേൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നടുമെന്നുള്ളത് അറിയില്ല. പിന്നെ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ, ഇത് കാടല്ല, ഇത് റോഡ് സൈഡാണ്. റോഡ് സൈഡിൽ ഒരുപാട് കലേഡിയത്തിൻ്റെ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട്. റോഡിൽ നിന്ന് അങ്ങനെ ഇങ്ങോളം എല്ലാ സ്ഥലത്തും ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കലേഡിയം പ്ലാന്റ്സ് കുറച്ച് എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പൊട്ട് ഉള്ള ഇലകളുള്ള ചെടി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടിക്ക് പോണ വഴിക്കുള്ള റോഡ് സൈഡിൽ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ കയ്യാലപ്പുറത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ്. മതിൽ കയ്യാലപ്പുറം എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അതിൻ്റെ കുറച്ച് ചെറിയ തൈകളും കൂടെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതുണ്ടോ, ഇത്രയും ചെടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് പോയേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.